കുട്ടികൾക്കിത് ബാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഷിഗല്ല ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ തടയാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഹോംലി അവൈലബിൾ ആയിട്ടുള്ള, ദഹിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള എന്നാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കഞ്ഞിവെള്ളമാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം നല്ല ഒരു റീഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള, അതായത് നിർജ്ജലീകരണം തടയുന്ന ഒരു മാർഗ്ഗമാണ്. അത് കൊടുക്കാം, കഞ്ഞി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ കരിക്ക് അല്ലെങ്കിൽ ഇളനീർ വെള്ളം എന്ന് പറയുന്നത്. അത് കൊടുക്കാം. ഇളനീർ വെള്ളത്തിലൊക്കെ സോഡിയം, പൊട്ടാസ്യം മുതലായ ലവണങ്ങൾ. നമുക്ക് ഈ വയറിളക്കത്തിൽ ക്ഷീണം വരാനുള്ള ഒരു കാരണം നമ്മുടെ ലവണങ്ങൾ പോകുന്നു. ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനങ്ങൾ അത് ശരീരത്തിൽ പോകുന്നു. അതോടൊപ്പം തന്നെ വെള്ളവും പോകുന്നു. അപ്പോൾ ഇത് രണ്ടും വെള്ളത്തോടൊപ്പം വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ക്ഷീണം മാറില്ല. വെള്ളത്തോടൊപ്പം നമുക്ക് ഈ സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന, അതുപോലെ തന്നെ കുറച്ചളവ് ഷുഗർ, ഇതൊക്കെ കൂടെ കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീർ വെള്ളത്തിലും ഞാൻ ഈ പറഞ്ഞ ലവണങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ നമുക്ക് ORS നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ORS കുട്ടികൾക്കുള്ള പാക്കറ്റ് ഉണ്ട്, മുതിർന്നവർക്കുള്ള പാക്കറ്റ് ഉണ്ട്. കുട്ടികൾക്കുള്ള പാക്കറ്റ് 200 ml വെള്ളത്തിലാണ്, ചെറിയ പാക്കറ്റാണ്, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണ്ടതാണ്. അതൊക്കെ വെള്ളം കലക്കി കഴിഞ്ഞാൽ നമുക്കത് സിപ്പായിട്ട് കുടിക്കാം. നമുക്ക് പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല കുട്ടികൾക്ക് ഈ അവസ്ഥയിൽ കൊടുക്കാൻ, കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മധുരവും പുളിയും ഉപ്പും അതാണ് കുറച്ചും കൂടെ കുട്ടികൾ കുടിക്കുക. അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് നമുക്ക് ഈ ORS പാക്കറ്റ് സാഷയാണ്. അതെ. ഓക്കെ. അപ്പം വൺസ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും സ്കൂൾ കുറേ മിസ്സാവും. അപ്പം എത്ര ദിവസം വരെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലോട്ട് പോകാനായിട്ട്? നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വയറിളക്കം മാറിയതിന് ശേഷമേ നമുക്ക് കുട്ടികളെ സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. അത് ഒന്ന്, ഈ മലത്തിലൂടെയാണ് ഈ അസുഖം മറ്റൊരാൾക്ക് പകരുന്നത്. രണ്ടാമത്തത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വയറിളക്കം ഉള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിലോട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. കുട്ടികൾക്കും കുട്ടികളുടെ ടീച്ചേഴ്സിനും അത് പ്രയാസമാവും. അപ്പോൾ വയറിളക്കം മാറി, ക്ഷീണം മാറി, ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, ഈ അസുഖത്തിന് വയറിളക്കം, ഛർദി, വയറുവേദന, പനി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല, നമ്മൾ നിർബന്ധിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ മാറി, അതായത് വയറിളക്കം മാറി, ഛർദി മാറി, വയറുവേദന മാറി, പനി മാറി, കുട്ടി ഭക്ഷണം എടുക്കാൻ തുടങ്ങിയ ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ അവരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കുക. അതുമൂലം തന്നെ ബാക്കി കുട്ടികൾക്ക് അസുഖം വരാനുള്ള സാധ്യതയും കുറയും.